നമ്മൾ അധികം റിസ്ക് ഒന്നും എടുത്തിട്ടില്ല, വെറുതെ കുഴിച്ചിട്ട്. പക്ഷെ നല്ല രീതിക്ക് വെള്ളം കിട്ടിയ കാരണം കൊണ്ട് മാത്രം ഉണ്ടായതാണ്. അല്ലാണ്ട് അതിൻ്റെ പുറകെ പരിചരണമൊന്നും അധികം ഒന്നും ഉണ്ടായിട്ടില്ല. അത് തട്ടാതെ മുട്ടാതെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, അത്രേ ഇതിലിപ്പോൾ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത കാര്യമാണ് ഈ പറഞ്ഞത്. യഥാർത്ഥ ശരിയായ രീതിയിലുള്ള കൃഷി ഇതൊന്നല്ല. ഹൈ ഫ്രണ്ട്സ്, ജസ്റ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ മുറ്റത്തുണ്ടായിരിക്കണ മത്തങ്ങ കൃഷിയല്ല, ഇതാണ് കൃഷി എന്ന് പറയാൻ പറ്റില്ല. ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ മഴക്കാലമായതുകൊണ്ട് നല്ലപോലെ പച്ച പിടിച്ച് വളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ കാണിക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഹൈറ്റുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ വെള്ളത്തിനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. പക്ഷേ മഴ നല്ല പോലെ കിട്ടുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ പച്ച പിടിച്ച് വന്ന് നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നതാണ് തെങ്ങയുടെ പൂവ്. ഇതിൽ ചില പൂവുകൾ കൊഴിഞ്ഞു പോകും, ആൺപൂവുണ്ട് പെൺപൂവുണ്ട്. അപ്പോൾ ഇതിൽ ചില പൂവുകൾ കൊഴിഞ്ഞു പോകും, അല്ലാത്തത് ഇങ്ങനെ ഇതുപോലെ കായായിട്ട് പിടിച്ചു വരും. പിന്നെ അത്യാവശ്യം നല്ല പോലെ വെള്ളം കിട്ടിയാൽ മാത്രം ഉണ്ടാകും ഇതാണ്. പിന്നെ ഫുൾ ടൈം മഴ പെയ്ത് കഴിഞ്ഞാൽ പൂക്കൾ മുഴുവൻ കൊഴിഞ്ഞു പോകും. അല്പം മഴയുണ്ടെങ്കിലും കുറച്ച് വെയിൽ, നല്ല പോലെ വെയിലും കിട്ടണം, എന്നാൽ മാത്രമാണ് മത്തങ്ങ കൃഷി നല്ല രീതിക്ക് പച്ച പിടിച്ച് വരുള്ളൂ. പറമ്പിൽ മൊത്തം പടർന്ന് പിടിച്ചു മഴയത്ത്. അത് മഴ ഉണ്ടായതുകൊണ്ടാണ് ഇതുപോലെ പിടിച്ചത്. അല്ലെങ്കിൽ വെയിലുള്ള സമയത്തൊന്നും ഇതങ്ങനെ അത്രയ്ക്ക് നന്നായിട്ട് പിടിക്കണ കണ്ടിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം നല്ലപോലെ നമ്മുടെ ഇതിൽ നല്ലപോലെ കായ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ കൊഴിഞ്ഞു പോയാലും കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിക്ക് തന്നെ നല്ല പോലെ നമുക്ക് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ, ഇത് ഭയങ്കര വലുപ്പമുള്ള ടൈപ്പല്ല, ചെറിയതിൽ തന്നെ പെട്ടതാണ്, ചെറിയ മത്തങ്ങയാണ്. അപ്പോൾ അത് നല്ല രീതിക്ക് തന്നെ ഉണ്ടായി, മൂത്തൊക്കെ കിട്ടി നമുക്ക്. നമ്മൾ അത്യാവശ്യം നമ്മുടെ അയൽവക്കത്തൊക്കെ കൊടുത്തു. പിന്നെ നമുക്ക് എടുക്കാനുള്ളതൊക്കെ ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ ആണ് ഈ കണ്ടത്. ഇതുപോലെ കാട് പിടിച്ച് ആണ് വരാച്ചിലകൾ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി കുറേ പുല്ലും പിടിച്ചിട്ടുണ്ട്. നമുക്കത് പുല്ല് കളയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കളയാമെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടുകൾ ഒടിഞ്ഞു പോകും. തണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകുന്ന തരത്തിലുള്ള തണ്ടാണ്. അപ്പോൾ നമ്മളിതിൻ്റെ പുല്ല് പറിച്ച് കളയാൻ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ തണ്ടൊടിഞ്ഞാൽ പിന്നെ അവിടെ വെച്ചിട്ട് ഉണങ്ങിപ്പോവും. പിന്നെ നമുക്ക് മത്തങ്ങ ആ തൈ അവിടെ തൊട്ടുള്ള ചില്ല ഇല്ലാതാവും. ഇത് കണ്ടോ പോയിക്കണത്, അടുത്ത് ഇരിക്കണ കാപ്പിമരം ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലേക്ക് വരെ പടച്ച് കയറിപ്പോയി. അപ്പോൾ അത് നമ്മൾ ഫ്രീ ആയിട്ട് പോണ സമയത്ത് മാത്രമേ ഇതിനെ നിർത്തിയാൽ ഉണ്ടാവുള്ളൂ. നമ്മൾ വളച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടായ ഒരു സംഭവമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.